ടോക്കിംഗ്. മീനാക്ഷി താൻ ഇന്ന് മിസ് കൊച്ചിനായതിന്റെ ഒരു സെലിബ്രേഷൻ ആണല്ലോ ഇന്ന്. സോ കം ആൻഡ് ജോയിൻ us പ്ലീസ്. തന്റെ ഈ മൂടൊന്ന് മാറ്റാൻ വേണ്ടിട്ടല്ലേ മിസ് കൊച്ചിൻ ഞങ്ങൾ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത്. സോ ഹാവ് ഇറ്റ്. ഒന്നിൽ ഓറഞ്ച് ജ്യൂസ്, ഒന്നിൽ കോള. മീനു ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സ്വന്തം വിധി നിർണ്ണയിക്കാനുള്ള അവസരം തനിക്ക് എന്നെ വിട്ടുവന്നിരിക്കും. എന്താന്ന് കാര്യം പറ പ്ലീസ്. അതെടുക്കാം, ഇതെടുക്കാം, ഏത് വേണം എടുക്കാം. തന്നെ വെറുതെ വെറുട്ടാനല്ലടോ ഇവരിത് പറഞ്ഞത്. തന്റെ ചേട്ടച്ചൻ ഒരു പരമ ബോറനാണ്. അതെ അതെ ശരിയില്ല. വെറും ഒരു കൺട്രി. അയ്യോ അന്നെ ചേട്ടച്ചനെ പോലെ കൺട്രി ആക്കാനല്ലേ ഇവരെല്ലാം കൂടെ നോക്കുന്നേ. താങ്ക്സ്. നോ പ്ലീസ്. എനിക്കെന്തോ തല ചുറ്റുന്ന പോലെ. തല ചുറ്റുന്നോ? യു പെർഫെക്റ്റ്. ആർ യു ഓക്കേ സുധ? Perfectly all right. Yeah, there's nothing wrong with you. Perfectly all right. Excuse me, please. Excuse me. Our next item is the most modern interpretation of Mohiniyattam. Come on, Meenakshi. Let's dance. Hey! Meenakshi! Hey, wait! Cool it, man! Meenakshi! Hey! Let me be free, huh? Hey! പഠിച്ചത് മനസ്സിലാക്കാൻ മതി. കേരളത്ത് കേരളത്ത് ഇനി ഇതിന്റെ അകത്ത് പുറത്തിറങ്ങി നിന്റെ മുട്ട ഞാൻ തല്ലിയടിക്കും. ആ ലെക്കില്ലാതെ കണ്ട എരപ്പാളികളുടെ കൂടെ അഴിഞ്ഞാടാ നടക്കുന്നു. അലവലാതി നിന്റെ തലവഴി ഞാൻ തിളച്ചെണ്ണ പോലെ ഒഴിക്കും. സർവ്വത് നശിപ്പിക്കാൻ പറഞ്ഞ സന്തതിയാ നീ. പിറന്നപ്പോ തന്നെ പെറ്റ തള്ളയെ തിന്നില്ല. വേണ്ട പറഞ്ഞാ കൂടിപ്പോ. പഠിത്തം നിർത്തുക, വീട്ടിൽ കൊണ്ട് പൂട്ടിയിടുക. എന്താ ഇതൊക്കെ? ആർക്കാ ഭ്രാന്ത്? തനിക്കോ അതോ ആ കുട്ടിക്കോ? എടോ ഇതൊക്കെ അറ്റ കയ്യാ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയ ആ കുട്ടിക്ക് എന്താ തോന്നാന്നറിയോ? വാശി, വൈരാഗ്യം. പിന്നെ താൻ പിടിക്കുന്നിടത്ത് നിൽക്കില്ല. അറിയോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. അതെ, സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാ വേണ്ടത്. അല്ലെങ്കിൽ തന്നെ ആ കുട്ടി ഇപ്പൊ എന്ത് തെറ്റാ ചെയ്തേ? തലയ്ക്ക് വെളിവില്ലാതെ വേഷവും കോലോ. ഈയുടെ ഭാര്യ സാർ അവളെ കണ്ടിട്ടുണ്ടോ? അതിപ്പോ തന്റെ ഈ വേഷം വൃത്തികേടാന്ന് ഞാൻ പറഞ്ഞാ താ സമ്മതിച്ചു തരുവോ? അതുപോലെയാണോ പെൺപിള്ളാരെ? 4 പേരുടെ മുമ്പിൽ ഒരു കൂസലില്ലാതെ പറയാൻ തന്നെ എനിക്ക് അരയ്ക്കുന്നു. അതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റുകയില്ല. താൻ വെറുതെ മനസ്സുകൊണ്ട് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുക. അവള് മുന്നോട്ട് കുതിക്കുമ്പോ താൻ പിന്നോട്ട് ഉരുളുക. അതാ സത്യം. മോളെ മീനാക്ഷി, മോളെ, എന്റെ പൊന്നു മോളി വാതിൽ അങ്ങോട്ട് തുറ. ദേഷ്യപ്പെട്ടത് വേറെ ആരും അല്ലല്ലോ, കുഞ്ഞിന്റെ ചേട്ടച്ചനല്ലേ. അതിനിങ്ങനെ അങ്ങോട്ട് പിണങ്ങിയാലെങ്ങനെ? വാതില് തുറക്കാൻ. മോളെ മീനാക്ഷി. ഒന്നും മിണ്ടുന്നില്ലല്ലോ. മീനാക്ഷി, മീനാക്ഷി, അയ്യോ, പറഞ്ഞ പോലെ എന്ത് കോലമായത്! എന്റെ ദൈവമേ, എങ്ങനത്തെ മുടിയായിരുന്നു അത്! മുഴുവൻ വെട്ടിമുറിച്ച് കളയേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ, മോൾ എന്തിനാ ഉണ്ണിക്കുഞ്ഞിനെ എങ്ങനെ വിഷമിപ്പിക്കുന്നേ? ആ മനസ്സ് നേരെ ദൈവം പൊറുക്കത്തില്ല മോളെ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാ മോളെ ഈ നിലയിലാക്കിയത്. മോളെ ക്ഷമിക്കണേന്ന് ചേട്ടച്ചനോട് പോയി പറ. എഴുന്നേക്ക്, വന്നാട്ടെ. അയ്യോ, അവൾ എന്നെ തല്ലി
തല്ലിയ ഞാൻ സഹിക്കും. പക്ഷെ എടി നിന്റെ ദേഹത്തോടുന്ന ചോര ഉണ്ടല്ലോ, ചോര അത് ഇവരുടെ അറിയോ? ഇവരുടെ പാല അടിക്കടി, ഇനി അടിക്കടി. പെറ്റ തള്ളയെ കൊന്നില്ലേ, ഇനി പാല് തന്നാലോ കൊല്ലേ? ഇവിടെ എന്റെ കാര്യമല്ല. ചെല്ലി ചെല്ലേ, നിന്റെ നിർമ്മല ചേട്ടത്തില്ലേ അവരുടെ അടുത്തില്ലേ, ഇനി നിന്റെ കാര്യം അവര് നോക്കിക്കോളും. പക്ഷെ നീ മറക്കരുത്, എന്റെ ജീവിതമാണ് ഞാൻ നിനക്ക്. ചേട്ടച്ചൻ ആർക്കും വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല. ചേട്ടച്ചൻ ജീവിച്ചത് ചേട്ടച്ചന് വേണ്ടി തന്നെയാ. നോക്കിക്കൊല്ലണ്ട, എണ്ണി ഞാൻ പറഞ്ഞു തരാം. അവനവന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞല്ലേ എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത്. ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടത്തിന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. അതിന് എന്റെ പേരും പറഞ്ഞ് അവരെ കൈയൊഴിഞ്ഞു. ഇന്നേ വരെ ചേട്ടച്ചൻ പിന്നെ അവരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ചേട്ടച്ചൻ അറിയില്ലെങ്കിലും എനിക്കറിയാം. അവരിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. വല്യേട്ടനെ ചേട്ടത്തിയെ മോശക്കാരാക്കിയിട്ട് നാട്ടുകാരുടെ സിമ്പതി ചേട്ടത്തിന് നേടണമായിരുന്നു. അതിനാ ചേട്ടച്ചൻ എന്നെ വളർത്തിയത്. ചേട്ടച്ചൻ ഇതൊക്കെ കേൾക്കാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. ചേച്ചി, ഇത് നമ്മുടെ മീനാക്ഷി അല്ല, അവൾ എന്നോട് ഇങ്ങനെ പറയത്തില്ല. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനൊക്കും? സത്യം പറഞ്ഞ ചേട്ടത്തി, എനിക്കിപ്പോ അങ്ങോട്ട് പോണോന്നേ തോന്നില്ല. വെറുത്തു, ശരിക്കും മടുത്തു ഞാൻ. കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും പിന്നെ ഉദ്യോഗത്തിന് പോകാൻ കഴിയാത്തതിലും എത്രയായാലും ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കോ? പിന്നെ എന്നോടുള്ള ദേഷ്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇതിനൊക്കെ ഞാനെന്ത് വേണം? എന്നെ എന്തിനെങ്ങനെ ഹരാസ് ചെയ്യുന്നേ? നോ, ഐ വാണ്ട് അലോ ഇറ്റ്. എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും. അന്ന് പോയതാ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ വരുമെന്ന് കരുതി. വാശിക്കു വാശി, ആരും വിട്ടുകൊടുക്കരുത്. ഇടോ, തന്റെ ഈ നരച്ച തലയൊന്ന് കുഞ്ഞുന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഈ ഞായറാഴ്ച അവള് വരും, എനിക്കറിയാം. അതെന്ത് ഗണിതശാസ്ത്രമാണ്? അന്നുള്ള പറഞ്ഞാളാ, വരണം. ഏതായാലും ചേട്ടത്തിന് അവിടെ വരെ ഒന്ന് പോണം, അതാ നല്ലത്. പിറന്നാളിന് വിളിക്കാതെ അവള് വരണം. വരും സാറേ, വരും. എനിക്കറിയാം വരുമെന്ന്. ഞായറാഴ്ച ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ ഉണ്ടാ സാറുവാ, അവളുണ്ടാവും. താങ്ക് യു. ഹായ്. ഹായ്. താങ്ക് യു. ഡോക്ടർ മാത്തച്ചൻ എന്ന് പറയുന്ന കാപ്പി കുടിച്ചിട്ട് പോയാ പോലെ ഞാൻ അങ്ങോട്ട് വരാം. പോട്ടെ, ഡിന്നർ കഴിഞ്ഞിട്ട് പോയാ മതി. വലിയ കേക്ക് വേണ്ടേ? അയ്യേ, പൈനാപ്പിൾ കേക്കാ. എല്ലാരും കൂടെ കൊടുക്കും. താങ്ക് യു. വല്ലിട്ടമ്മ, നമുക്ക് എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം. വരൂന്നേ. ഏയ്, ഇതെന്റെ വല്യേട്ടനാണ്. ഹലോ. വല്യേട്ടന് റീസ അറിയില്ലേ? അറിയില്ലേ? ഇത് മഞ്ജു. ഹലോ. സിന്ധു. ഹായ്. ഇത് സുമ. ഹലോ. ആൻഡ് സുധ. സിറ്റി ഹോസ്പിറ്റലാ. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാനിവിടെ ഒന്നും ശരിയാവില്ല. ശരി. എനിക്ക് തോന്നി നീ വരുമെന്ന്. പ്രസാദാണ്, അവളെ തൊടിക്കണം. ഞാൻ പ്രാർത്ഥിച്ചോളാം. അവള് നിന്റെ അടുത്തേക്ക് തന്നെ വരും. നീ പോയിക്കോ. ഇന്ന് മീനാക്ഷിയെ പിറന്നാൾ മാത്രമല്ല, നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടെ. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരുത്തിക്കെങ്കിലും കൂസലുണ്ടോ നോക്കിക്കേ. ഈ 5 എണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുപോക്കണം. അറ്റ് ദിസ് വെരി മൂമെന്റ് ടേക്ക് അവേ ഫ്രം ഹിയർ.
കുറച്ചു നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു. ഇവരുടെ പോക്ക് ശരിയല്ല. ലേറ്റായിട്ട് ഇവിടെ കയറി വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട്. ബട്ട് യെസ്റ്റർഡേ ഇറ്റ് വാസ് ദാറ്റ് മച്ച് എക്സ്ട്രീം. മെസ്സുകളിൽ ഇന്നലെ എന്തായിരുന്നു ബഹളം? ലെക്കും ലഗാനും ഇല്ലാതെ എന്താ അഴിഞ്ഞാട്ടായിരുന്നോ? ഇപ്പോഴൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്താ ഇവിടുമാര് വിചാരിച്ചിരിക്കുന്നേ? എന്തോ ആകാമെന്നോ? അതൊക്കെയാണ് വീട്ടിൽ. കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി കുറച്ചുകൂടെ ഓമനിച്ച് വളർത്ത്. ഇവിടെ വെച്ച് വേണ്ട. ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. തല്ലാനും ഗുണദോഷിക്കാനും ഞാൻ ആരുമല്ലല്ലോ. അങ്ങനെയൊന്നും പറയരുത്. അതൊരു കെട്ട ജന്മ. നന്നാവില്ല വാര്യർ സാറേ, നന്നാവില്ല. എനിക്കറിയാം. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും. ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാ, എന്ത് ലാളിച്ചു. ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല. കല്യാണം കഴിച്ച് അവനവന്റെ പിള്ളേരെ വളർത്തിയിരുന്നെങ്കിൽ ഈ പേര് ദോഷം വരുമായിരുന്നു. എനിക്ക് അവൾ ജീവന് ജീവൻ. കുളിരും പനിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട. ഉണ്ണി വീട്ടിലോട്ട് വാ, അല്ലെങ്കിൽ വാരിഷാട്ടൻ അങ്ങോട്ട് ചെല്ല്. ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞേച്ച് മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ. വേണ്ട, ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ടെ. ചേട്ടത്തിന്റെ ഓരോ കടുംപിടുത്തവും വാശിയും കാരണം എന്തോന്നാ കുന്തം. ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖവുമാ. അതായി ഇവിടെ കിടന്ന് ഉരുവുന്നത്. അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്നും പറഞ്ഞ് ചാവാൻ തുടങ്ങി. എന്നിട്ടിപ്പോ മീനാക്ഷി എവിടെ? അല്ല പിന്നെ പറയാതെ. ആ മീരക്കൊച്ചി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മീനാക്ഷി പറഞ്ഞത് നേരാണോ? എനിക്കറിയില്ല. ഓ, എന്നാ പോയെന്ന് അറിയരുതോ? എന്തോ ചോദിച്ചാലും കുന്തം വിഴുങ്ങി ഇവിടെ നിൽക്കും. കല്യാണക്കാര്യം ചോദിച്ചാ അവക്ക് ഇപ്പോഴും ചെവി കേക്കില്ല. പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. ഉണ്ണികൃഷ്ണനൊരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? മീനാക്ഷി. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ. മീനാക്ഷിയെ കൂടെ കൊണ്ടുവരായിരുന്നു. ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ സമ്മതിക്കില്ല അല്ലേ? അതുകൊണ്ടല്ല, മീനാക്ഷി ഒരുപാട് മാറിപ്പോയി. മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ. ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക. പെട്ടെന്ന് തനിച്ചായ മീരെ, എന്റെ കൂടെ വരാം എങ്ങോട്ടെങ്കിലും. ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ വളരെ വൈകിപ്പോയി ഉണ്ണി, വളരെ. മുമ്പ് ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം. സാറിനോട് ഞാൻ സംസാരിച്ചു നോക്കാം. ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും. പക്ഷേ ഒരക്ഷരം. വരൂ ഉണ്ണി. രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു. 3 മാസം ബോധമില്ലാതെ കിടന്നു. പിന്നെ ഈ കിടപ്പ. സംസാരിക്കില്ല. ഉള്ളി ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം. അച്ഛാ, ഇതാരാന്ന് മനസ്സിലായോ?
പോയതൊരു വല്ലാത്ത വിധിയാ. എന്നും മീനാക്ഷിയും അച്ഛനും നമുക്കിടയിൽ വിടാതെ, എങ്ങോട്ടും വിടാതെ. ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? വേണ്ട, ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ. കോളേജിൽ പഠിക്കുന്നവരാന്നാ തോന്നുന്നേ. ആന്റിയും പെണ്ണിയും ഒന്നും കണ്ട തിരിച്ചറിയാൻ പറ്റത്തില്ല. ആരാ വഴി കാണിച്ചു കൊടുത്തേ? എപ്പോഴാ? കൊറേ നേരമായോ? പിന്നില്ലയോ, അവരൊക്കെ ഇവിടുന്ന് വരുന്നേരം ചേട്ടാ. എന്താ? അല്ല, വേഷവും പകിട്ടവും കണ്ട കളർ ടിവിന്ന് ഇറങ്ങി വരാതെ തോന്നു. ഇയാളോടെ പോവാ? ചൂണ്ടാൻ. എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറേ ഇല്ല. അയാളോട് പോയി പണി നോക്കാൻ പറ. സ്യൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വരട്ടിയാ തലയൂരിയത്. ഞങ്ങൾ ഇപ്പൊ വിമൻസ് ക്ലബിന്റെ ഹോസ്റ്റലാ താമസം. താനും പോരെ. അതിനും മീനുന് നിർമ്മലാന്റെ കൂടെ താമസിക്കുന്നു. ഹലോ, ഇങ്ങോട്ട് വാ. സകലം ബോധ്യേറ്റ് പോ. ബിജു വിട്ടുകളാ, നമുക്ക് തിരിച്ചു പോവാം. മെയിനിന്റെ ഒരു പേടി നോക്ക്. ഞണ്ട് കറി ഉണ്ടോ? രണ്ടും കരിമീനും തവളക്കാലും തരാം. ഇങ്ങോട്ട് കയറി വാ. അയ്യോ ദേ വേണ്ട കേട്ടോ, നമുക്ക് തിരിച്ചു പോവാം. വലിയ ഗമ അടിക്കുന്ന മീനിന്റെ മട്ട് മാറുന്നുണ്ടോ? ചേട്ടത്തിനെ പേടിച്ചാണെങ്കിൽ താൻ പോയിക്കോ, ഞങ്ങള് കയറും. റെഡി? ട്രീസയുടെ ക്യാമറ ചലിക്കട്ടെ. എല്ലാവരും ഫ്രെയിമിൽ വേണം. അത് ബുദ്ധിമുട്ടാണ്. എന്നാ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. അയ്യടാ. ക്യാമറ ചലിച്ചു, മുന്നോട്ട് വരട്ടെ. ഇതവിടെ ഒരു കുഴിയുണ്ട്. കണ്ടു. കുഴിയിൽ നിന്നും മോന്തയിലേക്ക് വരട്ടെ. നമുക്ക് തിരിച്ചു പോവാം. മോന്തയിൽ നിന്ന് ആടിലേക്ക് പോട്ടെ. ആടിൽ നിന്ന് ഷാപ്പിലേക്ക്, നേരെ ഷാപ്പിലേക്ക് പോട്ടെ. ഒന്ന് പെട്ടെന്ന് വേണം. കുറച്ചുകൂടി സ്പീഡിൽ വരാം. വരട്ടെ വരട്ടെ. അവിടെ നിൽക്കട്ടെ. നഗരത്തിലെ ചന്ന് ബാറല്ല ഇത്, കേരളത്തിന്റെ തനതായ ഷാപ്പാണ്. ഈ ചേട്ടനാണ് നമുക്ക് വേണ്ടി ബോർഡിലേക്ക് പോട്ടെ. ബോർഡില്ലേ? ഇനി ക്യാമറ ആദ്യം വരട്ടെ. This is natural thing of Kerala with the natural people. One minute. Naturally adulterated. Mean. ക്യാമറ മതി. അതിന് ബാക്കി ഭാഗം വെള്ളിത്തിരയിൽ. നല്ല കള്ള അടിച്ചു. ഹലോ, എവിടെന്നാ? ഇരുന്നാട്ടെ. പ്ലീസ് കം, നമുക്ക് പോവാന്നേ. ഒന്നും കഴിക്കുന്നില്ലേ? പ്ലീസ് നമുക്ക് പോവാ. പ്ലീസ് കം ഹിയർ, നമുക്ക് പോവാ. കള്ളു ഷാപ്പല്ലേ? അതേലോ, ഒരു 2 കുപ്പികൾ പോരട്ടെ. മീനാക്ഷി, എന്ത് തെമ്മാടിത്തരായി കാണിക്കണേ? എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഇത് നമ്മുടെ ഉണ്ണിയുടെ മകളല്ലയോ? പെണ്ണൊരുമ്പെട്ട മുടിയത്തേ ഉള്ള മുഖത്ത് നീ കരുതേക്കും അല്ലേ? വീട്ടിലേക്ക് വരാം. വീട്ടിലേക്ക് വരാം. നിനക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇവളെ കൊല്ലുന്നത്. എവിടെയെങ്കിലും പോയി ചത്തുതല. എന്റെ കണ്ണിന്റെ മുഖം കണ്ടതിന് ചുട്ട് ചാമ്പലേക്കും. തനിക്ക് ചിലപ്പോ ഈശ്വരപിള്ള ചേട്ടന്റെ ബാധ കയറും. അല്ലാതെ ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയണ്ടേ? ഞാൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചു. തെറ്റ് ശരിയൊന്നും അല്ലല്ലോ ഭാര്യ സാറേ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനിങ്ങനെ അപമാനിക്കരുതായിരുന്നു. വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് കയ്യും കാലും തല്ലൊടിച്ചാലും സഹിക്കും. ജീവിക്കണ്ടെന്ന് കരുതി എന്തെങ്കിലും ചെയ്തു കളയോ വാരി സാറേ? പ്രായം അതല്ലേ, മാനക്കേടും സങ്കടവും കാരണം എന്റെ ഈശ്വര ഒന്നും വരുത്തില്ല. മിണ്ടായിരിക്കെ. ഷാപ്പിൽ കയറാൻ ധൈര്യം കാണിച്ച ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല.
അവളിപ്പോ ഡോക്ടറുടെ അവിടെ എത്തിക്കണം. എനിക്ക് അവളെ കാണണം. അവളാകെ വല്ലാത്തൊരവസ്ഥയിലാ. ഞാൻ അവളെ, എനിക്കതാ പേടി. അവള് വല്ല അവിവേകം. എടാ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ വന്നിരുന്നു. എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു. കുറെ കരയട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെയെങ്കിൽ ആ ടെൻഷൻ അങ്ങ് മാറുമല്ലോ. അവൾക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടടാ. ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കയറാൻ അവളുടെ പ്രായവും മനസ്സും ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല. സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം ഭ്രാന്ത. അതാ അവള് നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും. നീ സമാധാനമായിട്ട് പോ. എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും? സോറി. ട്രീസും ബീനൊക്കെ എവിടെ? എവിടെ? അവരേത് പ്രോഗ്രാമിന് പോയി. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ, ബൈ. ബൈ. എന്നോട് പറയാതെ പോയല്ലേ, നീ വരട്ടെ. മീനു, മീനു, പ്ലീസ്, മീനു, പ്ലീസ്, മീനു, പ്ലീസ്. എന്താ ഇത്? മീനാക്ഷി ഇവിടെ ഉണ്ടോ? ഇല്ല, ഇല്ല, ഇവിടെ വന്നില്ല. ഹോസ്റ്റലിലും കോളേജിലും അന്വേഷിച്ചു, കണ്ടില്ല. ഇവിടെ ഉണ്ടാവും പറഞ്ഞു. ഇല്ല, വന്നിട്ടില്ല. അല്ല, ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാ. എന്താ? അല്ല, മീനാക്ഷി എവിടെ? നീ വളരെ മീനാക്ഷി എവിടെ? ഇത് കുടിക്കേ. എനിക്ക് ചേട്ടത്തിനെ കാണണം. ചേട്ടത്തിന് എവിടെ പോയി? എനിക്ക് കാണണം. എനിക്ക് എന്റെ വീട്ടിൽ പോണം. നീ കിടക്ക്. ഫിസിക്കലി യു ആർ വീക്ക്. ഫസ്റ്റ് എടുത്തേ പറ്റൂ. എനിക്ക് ചേട്ടത്തിനെ കാണണം. വേണ്ട, ഉടനെ നീ കാണണ്ട. ഹലോ, ഇവിടിപ്പോ എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടോണ്ടിരിക്കാൻ വയ്യ. മീനാക്ഷി അവനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. എന്ത് ചെയ്യാനൊക്കെ? അവളെ കാണിക്കാതിട്ട് എന്താ കാര്യം? അവള് പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങളും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത്. മീനു, അവിടെ ചെല്ലുമ്പോ ചിലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ. ചേട്ടച്ചൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. എന്നെ ശരിക്കും വേദനിപ്പിക്കണം, എന്നാലും എനിക്ക് സമാധാനാവൂ. എന്റെ
ചേട്ടച്ചനെ എനിക്കറിയാം. ദേഷ്യം വന്ന കണ്ണും മൂക്കും ഇല്ലാതെ എന്തും പറയും, എന്തും ചെയ്യും. പക്ഷെ കുറച്ചു കഴിയുമ്പോ ആളങ്ങ് മാറും. എന്നിട്ട് എന്റെ അടുത്തൊന്ന് പറയും. അറിയാം, നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ്. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ്. ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ എന്നൊക്കെയല്ലേ. കളിക്കാൻ പോയിരിക്കാം. നീ വരട്ട് നോക്കാം. മഴയായിട്ട് ഇവിടെ കളിക്കാം. കമ്പെടുത്തിട്ട് നമുക്ക് രണ്ടെണ്ണം നോക്കിയപ്പോ ഇവിടെ അവള് മീനാക്ഷി. മീനാക്ഷി, മീനാക്ഷി. ഉണ്ണി, ഉണ്ണി പറഞ്ഞാ കേട്ടില്ല. അവൾക്ക് നല്ല അട്ടിയാൻ പിന്നെ ഇനി പോയി മഴ നനഞ്ഞേച്ച് വന്ന് പനി പിടിച്ചു കയറി വന്ന അട്ടി. മീനാക്ഷി എവിടെ? മീനാക്ഷി എവിടെ? അറിഞ്ഞൂടാ. എന്റെ ദൈവമേ, മീനാക്ഷിയാ. മീനാക്ഷി, മീനാക്ഷി. മീനാക്ഷി, എന്താ പച്ചന്റെ ചേട്ടത്തിന്? ചേട്ടച്ചൻ ഒന്നും പറ്റിയിട്ടില്ല. മോളല്ലേ ഉള്ളൂ അയാൾക്ക്. നീ നഷ്ടപ്പെട്ടു പോയിന്ന് പേടിക്കുമ്പോ ഉള്ള ഒരാദി അത്രേ ഉള്ളൂ. മോള് വിചാരിച്ചാ മതി, ഒക്കെ ശരിയാവും. നീ ചേട്ടച്ചന്റെ പഴയ മീനാക്ഷി ആയാ മതി. കേൾക്കാറില്ല. കുറച്ചിട്ട് കേൾക്കാതിരിക്കുക. ഇഷ്ടമുണ്ടണ്ട അട്ടി 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 ഓരോ കാര്യം നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇരിക്കും. എന്നിട്ട് നോക്കും. ഞാൻ അല്ല മീനാക്ഷി വന്നിട്ടേ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ അടി വെച്ചു കൊടുക്കും. ഇത്ര നേരമായിട്ട് ഞാൻ മീനാക്ഷി കാത്തിരിക്കുന്നു. അവളെ സത്യം കഴിക്കുക പിറന്നാളിന് അവളുടെ ഊണ് കഴിക്കാതെ പിറന്നാളിന് ഊണ് കഴിക്കാതെ ഞാൻ എവിടെ അവളെ കഴിക്കത്തില്ല. ഉറങ്ങത്തുമില്ല.